പാലക്കാട് പുതുശ്ശേരിയിൽ കരൾ സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി കുട്ടികളുടെ രക്ഷിതാക്കൾ അക്രമം ഏറ്റതിനേക്കാൾ കുട്ടികൾക്ക് വിഷമം ഉണ്ടാക്കിയത് കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയാണ്. ഭയം കാരണം കുട്ടികൾ പുറത്തിറങ്ങുന്നില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു. മദ്യപിച്ച് കരൾ നടത്തിയവർക്കാണ് ആക്രമണമേറ്റത് എന്തായിരുന്നു സി കൃഷ്ണകുമാറിന്റെ ഇന്നത്തെ വിവാദമായ പരാമർശം. പാലക്കാട് പുതുശ്ശേരിയിൽ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കരോൾ സംഘത്തിൽ എന്ന് പറയുന്ന കുട്ടികൾ ഏകദേശം ഒരു 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ്. ഇവർ ഇങ്ങനെ കരോളുമായി പോകുമ്പോൾ ഒരാൾ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയുമായിരുന്നു. ഇത് BJP RSS പ്രവർത്തകനാണെന്നാണ് CPMന്റെ ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷെ അതേസമയം കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ സി കൃഷ്ണകുമാർ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായി. അദ്ദേഹം പറയുന്നത് ഈ കരോൾ സംഘം മദ്യപിച്ചാണ് കരോൾ നടത്തിയത്, അതിനെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ്. അത് വലിയ രീതിയിൽ ആ പരാമർശം വിവാദമാവുകയും ചെയ്തു. മദ്യപിച്ച് CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത്? ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ. അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPMന്റെ ക്രിമിനൽ സംഘം പോയതാ. സി കൃഷ്ണകുമാറിന്റെ ഈ പരാമർശം വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ്. കാരണം ഈ കുട്ടികൾ, കരോൾ നടത്തിയ കുട്ടികൾ 10നും 15നും വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ്, ഒന്നും അറിയാത്ത കുട്ടികളാണ്. അവരൊരു ക്രിസ്മസിന്റെ ഒരു രസത്തിൽ ഇങ്ങനെ കരോളുമായൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. അവരുടെ രക്ഷിതാക്കൾ ഇന്ന് രംഗത്ത് വരികയായിരുന്നു. അവർ പറയുന്നത് ഈ കരോൾ സംഘത്തിന് നേരെ, ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കാൾ വേദനിപ്പിച്ചത് ഇന്നലത്തെ സി കൃഷ്ണകുമാറിന്റെ ഈ പരാമർശമാണെന്നാണ്. കാരണം ഒന്നും അറിയാത്ത കുട്ടികളെയാണ് മദ്യപാനികൾ എന്ന് പറയുന്ന അധിക്ഷേപിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വരെ, ഇപ്പോൾ സ്കൂൾ പൂട്ടിയ അവസ്ഥയാണ്, പക്ഷേ പുറത്തേക്ക് പോകാനോ സ്കൂളിലേക്ക് പോകാനോ ഒക്കെ തന്നെ ഭയമാണ്. അവർ അവരുടെ നാട്ടിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ ആഘോഷത്തിൽ നിന്നൊക്കെ തന്നെ അവർ പിന്നോട്ട് പോവുകയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്, അവരുടെ രക്ഷിതാക്കൾ പറയുന്നത്. ഈ മാതിരിയുള്ള സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വെളിയിൽ പോലും ഇറങ്ങാത്ത അവസ്ഥയിലേക്ക് മാറി. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയ ശേഷം കുട്ടികൾ സ്റ്റേജ് പരിപാടിക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. ഏതായാലും ഈ വിഷയത്തിൽ വ്യാപകമായി തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനവും ഉയരുകയാണ്. ഏതായാലും DYFIയും കോൺഗ്രസും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.